നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളേ കോട്ടയം കുമരകം ചേട്ടാ പറയോ കുമരകത്തേക്ക് പോവാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ബോട്ടിങ് അതുപോലെ വേറെ എന്തൊക്കെയാ ചേട്ടാ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണു. കണ്ടാറ് പോവല്ലേ, ബാ ശരി വാ. ഞാൻ രാജേട്ടനും ഗോപൻ്റെ കാറിലാണ് കേട്ടോ കയറുന്നത്. ഗോപനും അനുവും ഞാനും രാജേട്ടനും. 8:30 മണിയായപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ പ്രൊഫസർ സരിത അയ്യരെ കണ്ടു കേട്ടോ. നല്ല ഒരു വാഗ്മിയാണ്, നല്ല പ്രഭാഷണം ഒക്കെ കേൾക്കാറുണ്ട് ഞാൻ ഇവരുടെ. അതിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അടുത്ത് ചെന്ന് വർത്തമാനം പറഞ്ഞ് അവരോടൊപ്പം തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സരിത അയ്യരെ? സൂപ്പറാട്ടോ. ഗുരുവായൂർക്ക് പോവുകയാണത്രേ, അവിടെ നാരായണീയ ദിനത്തിന് അവിടെ പ്രഭാഷണം നടത്താൻ പോവാന്നാണ് പറഞ്ഞത്. ഇപ്പം അങ്കമാലി തറായി കേട്ടോ. അങ്കമാലി എല്ലാ ഭാഗം കാണിച്ചാൽ വീഡിയോ നീളം കൂടില്ലേ. ഇവിടെ വരുമ്പോൾ ഡൈവേർട്ട് ചെയ്യും കേട്ടോ. അങ്കമാലി എത്തുമ്പോൾ ഒരു വഴി കൂടെ പോയാൽ ലെഫ്റ്റിൽ കൂടെ പോയാൽ കാലടി വഴിക്ക് അങ്ങനെ പോവാം, റൈറ്റിൽ കൂടെ പോയാൽ എറണാകുളം വഴിക്ക് പോകാം. നമ്മൾ പോണത് ഇപ്പോൾ എറണാകുളം വഴിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, വിമാനം പോണാണ്ടോ മോളിക്കൂടെ കണ്ട. താഴത്തെ കൂടെ വിമാനം പോകണുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ അടുത്താണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിലേക്കുള്ള കവാടം കാണാം. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള വഴി ഈ ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ സൽക്കാര. ഇതിപ്പോൾ പാരഗൺ എന്ന വലിയ ഹോട്ടലില്ലേ, അതിൻ്റെ ഇത്തിരി കോസ്റ്റ് കുറഞ്ഞ ഒരു ഹോട്ടലാണ് സുരഭി. സുരഭി എന്ന് എഴുതിയിട്ടുണ്ട്. പാരഗണിൻ്റെ കോസ്റ്റ് കുറഞ്ഞ ഒരു ഹോട്ടലാണെന്നാണ് പറയണത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അത്ര ഇത്. കാണുന്നത് ആലുവ പുഴയുടെ മുകളിലുള്ള പാലാണ് കേട്ടോ. ആലുവ പാലം പ്രത്യേകതരം പാലാണത്. ഇത് ഇംഗ്ലീഷുകാർ പണിത പാലങ്ങളിൽ ഒന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആലുവ പുഴയാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരു പാലം കൂടി ഉണ്ട് കേട്ടോ ഈ ആലുവ പുഴ തന്നെ. ഇത് ആലുവ മെട്രോ ആണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ മെട്രോ. ഇവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ആവണത് തന്നെ കേട്ടോ. കുറച്ചുകൂടി കഴിയുന്നത് കൊച്ചിക്കായൽ എന്നിട്ട് കൊച്ചിക്കായൽ കണ്ടില്ലേ. ഒരു വേറെ പുതിയ റോഡാത്, വലിയ റോഡാവില്ല, ചെറിയ ഇടുങ്ങിയ വഴിയാവും. ഉദയനാപുരം, ഇത് ഉദയനാപുരം അല്ലേ? എവിടെയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം? മകനാണ് ഉദയനാപുരത്ത്. ഉദയനാപുരത്തുള്ളൊരു മകൻ അങ്ങോട്ട് വരില്ല ചെയ്യാ. ഇങ്ങോട്ടിന്റെ വരാന്നുണ്ടല്ലേ. ഇന്നലെ ആയിരുന്നു ദിവസം അഷ്ടമി. വൈക്കത്തഷ്ടമി. അപ്പൊ അതിന്റെ എന്താ കാണുന്നത് ഇവിടെ? ഏതാണ് ചേട്ടാ ഉദയനാപുരം? എത്തിയില്ലേ? വൈക്കത്തെത്തിയോ? നിർത്തിക്കോന്ന് അവര് വരട്ടെ. നമ്മൾ കുമരകത്ത് 11:30 മണിക്ക് എത്താന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ അതേപോലെ തന്നെ എത്തി. 11:30 മണിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറും. അവിടെ ഇറങ്ങിയിട്ടോ നേരെ ബോട്ടിലേക്കാണ് പോണത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് പോവണം. ഹായ് വേണ്ട. കുമരകത്ത് ഒരു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വൈക്കത്ത് അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങളൊരു ചെറിയ ഒരു കടത്ത് വഞ്ചി, അതായത് ഒരു തവണക്കടവ് വരെ പോകുന്ന, വൈക്കത്തു നിന്ന് തവണക്കടവ് വരെ പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബോട്ടിൽ പോയി ഞങ്ങൾ കേട്ടോ. പക്ഷേ ഇത്
ഒരു ദിവസത്തേക്ക് ഒരു പകൽ ആണ് ഞങ്ങൾ 5 മണിക്കൂർ കേട്ടോ ആണ് ഈ വള്ളം ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിരിക്കണത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുകയാണ് കേട്ടോ. ബോട്ടിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് പിന്നിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു ചുറ്റും ബെഞ്ചുകളൊക്കെ ഉണ്ട്, നടുക്കൊരു മേശയുണ്ട്. അവിടുന്ന് ഒരു ഇടനാഴിയിലേക്ക് കടന്ന് പോയാൽ റൈറ്റ് സൈഡിൽ നോക്കൂ, ഒരു വാഷ് ബേസിൻ ഉണ്ട് കൈ കഴുകാനൊക്കെ ആയിട്ട്. പിന്നെ ബെഡ്റൂമുകൾ 3 ബെഡ്റൂമുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ചില്ലാണ്. ആയിക്കോട്ടെ നോക്കിയാൽ ഇവിടെ കായലിൻ്റെ ഒരു കാഴ്ച കാണാം. റേറ്റ് വന്നിട്ടാ 18,000. ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നേരെ മുകളിലേക്ക് പോയി കേട്ടോ. മുകളിൽ അവിടെ ഒരു ടീപ്പോയി നടുക്കിട്ടിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് തന്നു. അതൊക്കെ കഴിച്ചു. അവിടെ ഇരുന്നിട്ട് ഒന്ന് കാണുകയാണ്. വെൽക്കം ഇത്ര സമയത്ത് വെൽക്കം ഡ്രിങ്ക് കിട്ടുള്ളൂ. കന്നഡയ്ക്ക് കന്നഡയ്ക്ക് വേറെ മാതാമ ഇരിക്കുന്നില്ല ഇവിടെ. ഏത് ബോട്ട് അങ്ങനെയുണ്ടാ? കഴിഞ്ഞ നമ്മുടെ സ്ഥലം കഴിഞ്ഞൂട്ടാ. അവിടെ പൂക്കുണ്ടെന്നുണ്ട് കേട്ടോ. അവര് പറഞ്ഞു തരില്ലേ നമുക്ക്? ഇതേ അവിടെ എന്തൊക്കെയോ കണ്ടല്ലോ. ഒരു എന്താ നീർക്കാക്ക എന്നൊക്കെ പറയില്ലേ, വെള്ളത്തിലുള്ള കാക്ക, മുങ്ങി കളിക്കുന്ന കാക്ക. അവിടെയൊക്കെ വീടുന്നത് കണ്ടോ? ദേ വേറെ ബോട്ടുകൾ വരുന്നു അവിടുന്ന്. ദാ ഇവിടെ നോക്ക്, പൂക്കള്, ആമ്പൽ പൂക്കള് കണ്ട, ചുവന്ന പൂക്കള് കണ്ട അപ്പുറത്ത്. ദേ അമ്പൂജ അല്ല അത് ശരിക്കും പറഞ്ഞാല്, അത് കുമുദാ. കായൽ നണ്ട്, കായൽ കുഞ്ചിനെങ്കിൽ അവിടെയാണ് ഇപ്പൊ ബോട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഫ്രഷ് സാധനം കിട്ടും. നണ്ടാണെങ്കിൽ ലൈവ് ജീവനുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരാം. അവിടെ നിങ്ങൾ ചെന്നിട്ട് അവിടെ തീരുമാനിക്കാം. ഹലോ ഹലോ, ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യണം. ശരി, കിച്ചൻ്റെ ഫുഡ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ക്രാബും അത് വാങ്ങിച്ച വെച്ച് തരും. 1 മണിക്ക് ഫുഡ് കിട്ടുള്ളൂ. സ്നാക്സ് 4 മണി. പറയുന്നത് പോണതെന്നൊക്കെയാ ഒരു കടയിലേക്ക് പോണത്. ക്രാബും ഇത് ടേസ്റ്റ് ചെയ്ത് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവിടുന്ന് ഫ്രഷ് ക്രാബിനെ വെച്ച് അവർ കുക്ക് ചെയ്ത് തരും. ശരിയോ? ഈ കടയെന്നാ നമുക്ക് നോക്കാൻ കൂടി
ഒറിജിനൽ ഫ്രഷ് സീ ഫുഡ് കൊഞ്ചും കൊഞ്ച് റെസ്റ്റോറന്റ്. കഴിച്ച പ്രശ്നമുണ്ടോ വയറിന്? പ്രശ്നങ്ങളുണ്ടോ? വാങ്ങാനല്ലേ? ചെല്ല് ചെല്ല് സീ ഫുഡ് വാങ്ങാൻ. കാണണ്ടേ? പോയി കാണ്. ആ അതാണല്ലേ. Welcome to today's adventure. In this vlog, we'll be traveling from the lakeside town of Palisades. ശിവഗ ആ മഞ്ഞ ആകാശമല്ലിയുടെ പൂ പൊട്ടിക്കാർന്നു. പൂവല്ല. അമ്മോ ഫോൺ എടുത്തണ്ട, വീഡിയോ പിടിച്ചോളാം കേട്ടാ. ഇവിടെ ഇഷ്ടമില്ല, കഴിക്കാൻ ഇഷ്ടമില്ല, കണ്ടൂടെ? ഇത് വീടാമോ അനു? അതെ, ഇത് വീടാണ്, ഇത് വീടാണ്. നമ്മുടെ കാറിൽ പഴം ഉണ്ടായിരുന്നു കേട്ടോ, അവന് കൊടുക്കായിരുന്നു. ചേട്ടാ, വൈക്കം കായലിലോളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ. Nothing but the proof, no, nothing but the proof of what I am. Where's the one I came from? Patterns I'm ashamed of. Things that even I don't understand. I try to fix it, I try to fight it. My hair was twisted, my heart divided, my lies all collided. I don't know what I didn't trust you to be on my side. We broke into a million pieces and I can't go back. But nothing. നമ്മൾ ആ പറഞ്ഞോ. ഹൗസ് ബോട്ടിൽ ആണ്. സന്തോഷായോ? യെസ് നല്ല സന്തോഷാണോ? യെസ്. ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നൊക്കെ? ഇല്ല അല്ലേ? ഇതാദ്യമായിട്ടല്ലേ നമ്മള് കയറുന്നത് എല്ലാരും കൂട്ടിയിട്ട്? അപ്പൊ ഇഷ്ടമുള്ള പാട്ട് പാടിയ കേട്ടെ. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. അപ്പൊ നമ്മുടെ കുമരകം യാത്രയില് ആദ്യമായിട്ട് എനിക്കൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ പാടട്ടെ? പഠിക്കോളൂ. അത് ഈ കായലില്, വൈക്കം കായലിലാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പാടാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിലാലെൻ്റെ കരളിനൊരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം, കൽബിലറിഞ്ഞപ്പോൾ ഇന്നു ഞമ്മളെ കയറ് പൊട്ടിയ പമ്പരം. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ചേരിൽ നിന്നു വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറു വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലായി. വമ്പെഴും നിന്റെ പൊരിക കൊടിയുടെ അമ്പു കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി.
വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ഇഷ്ടായോ പാട്ട്? ഇഷ്ടായി. അപ്പൊ ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമായി ഒരേ ഇളനീര് കഴിക്കാം. എന്താ അതെല്ലാവർക്കും ഒരേ ഇളനീര് എടുക്കാം കേട്ടോ. ഇഷ്ടായോ ഇളനീര്? യെസ് യെസ്. പാട്ട് ഇഷ്ടായോ? ഇഷ്ടായ ശ്രീരാമമ്മയുടെ പാട്ട് ഇഷ്ടായ? ഇഷ്ടായി. അമ്മൂമ്മ അമ്മയും കൂടി പാടി കേട്ടാ. അടുത്ത പാട്ട് അമ്മ പാടൂട്ടാ. കേട്ടാ എന്റെ പാട്ട് നിങ്ങള്? അപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടങ്ങാണ്. ഇവിടുന്ന് കരിക്ക് വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി. എന്താ വാങ്ങിച്ചേരിക്ക്? ലേസ് വാങ്ങിച്ച. എന്തൊക്കെ വാങ്ങി? ലേസ്. ആ ലേസ് വാങ്ങി. പിന്നെ എല്ലാവർക്കും കരിക്ക് വാങ്ങി. പിന്നെ നിങ്ങൾ എന്താ സ്പെഷ്യൽ വാങ്ങിന്ന് പറഞ്ഞിട്ടല്ലോ? എന്താ വാങ്ങിയ? ക്രാബ്. അവ്വാ അതൊക്കെ വാങ്ങിണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും ഒരു ഇത് കുടിക്കട്ടെ കേട്ടാ. അല്ല പിന്നെ എല്ലാം കെട്ടഴിക്കുന്നതാണ്. ഞാൻ കെട്ടുള്ളതിനെ നോക്കി പോകണം. ഒന്ന് വെച്ചോ. അപ്പം ഇതാണ് സീ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ വീഡിയോ പിടിച്ചത് കേട്ടോ അമ്മു. ക്രാബും പിന്നെ എന്താ പറയുക കൊഞ്ച് അല്ലേ. ഇവിടെ കുറേ ലൈഫ് ജാക്കറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഇളനീര് ഇരിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ മുറിച്ച് അതിൻ്റെ കാമ്പും കൂടി കഴിക്കാം കേട്ടോ. പറയാം അവരോട്. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. ഇതാ ഒരു ചെറിയ ബോട്ട് പോണുണ്ടോ? അത് സ്പീഡ് ബോട്ടാണ് കേട്ടോ. അതിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നല്ല സ്പീഡിലാണ് പോണത്. മുങ്ങിയില്ല? അത് മുങ്ങി കിടക്കുകയല്ല അവിടെ. ഇത് മുങ്ങിയിട്ട് കുറേ സ്ഥലത്ത് പോയി നീരും. താങ്ക് യു. ഒക്കൂടി കൊണ്ടുപോകാൻ പറ്റില്ല അയാളെ. അതിലൊന്നുമില്ല. മതി. അവർക്ക് കൊടുത്തോ? എനിക്കാണ് ആദ്യം വേണ്ടത്. ഭയങ്കര ക്ഷീണം. ഇത് ആമ്പിള്ളേരൊക്കെ സ്ട്രോങ് ആവല്ലോ. അതെന്തറിയോ ശ്രീരി കളിച്ചിട്ട് പയ്യണ്ടായി അല്ല ശ്രീരി സ്പോർട്സിന് പങ്കെടുത്തു. ഇനിയിപ്പോ ശ്രീരി ഡാൻസ് എനിക്ക് തോന്നുന്നു ശ്രീരി ഡാൻസിന് പങ്കെടുക്കണ്ട. അതെ ട്രിപ്പിലും പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞു. എവിടേക്ക് ടൂർ പോണേ? ഊട്ടി, കൊടൈക്കനാൽ, പിള്ളേർക്കൊക്കെ അത്രയ്ക്ക് പോവാ. കഴിഞ്ഞ മൂന്നാർക്ക് 3 ദിവസം പോണെന്നൊക്കെ പറഞ്ഞാൽ ശരി. 8ാം ക്ലാസ് 9ാം ക്ലാസ് 8ലായി. ഊട്ടിയിരിക്കുക 8ാം ക്ലാസ്സാര്. എന്തല്ല കോണിയാ അല്ലേ? അപ്പൊ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ.
ആ അതെടുത്തോട്ടോ. ഇല്ല അല്ലേ? ആ ഉണ്ട് തന്നെ പറഞ്ഞല്ലേ. ആ ഇവിടെ ഇരിക്കുക സുഖം. ഇത് ഇത്ര നല്ല രസമായിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് മാറി നമ്മള്. ആ ആ കെട്ടിടം എന്താ അവിടെ കണ്ടത്? റിസോർട്ടാ? വൈക്കം എവിടെയായിട്ടാണ്? വൈക്കം ബൈക്കാണ് ദൂരം. നമ്മൾ നേരത്തെ കണ്ടില്ലേ? തണ്ണീർമുക്കം പണ്ട് ഭാഗത്ത് വൈകുന്നേരം ചെന്നു. 3:45 4 മണിയാകുമ്പോ ഭാഗത്ത് ആ ഭാഗത്ത് അതല്ലേ. അവിടുന്ന് പിന്നെയും പോണം വൈക്കം. ഇത് ആലപ്പുഴയാണ്. ഇത് ആലപ്പുഴ ജില്ല. അതാണ് ഈ പറഞ്ഞ ബാദിരാമണൽ. ഏത് ഏത്? ആ തുരുത്ത് അല്ലേ? പാതിരാമണല്. ഓക്കെ. 45 ഏക്കറോളം ഉണ്ട്. ആ തുരുത്താണ്. ആൾക്കാർ താമസിക്കണ്ട അവിടെ? ഇല്ല. 20 വർഷം മുൻപ് തന്നെ ആൾക്കാരൊക്കെ മാറ്റിച്ചു. അവർക്ക് വേറെ സ്ഥലം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? സ്ഥലം സർക്കാരിന്റെ കയ്യിലാണ്. വീട് എവിടെയാ? എന്റെ തമിഴ്നാട്. തമിഴ്നാട്. ഓക്കെ. പേര്? തിരുനെൽവേലി. തിരുനെൽവേലി. പേര്? ഫസ്റ്റ് തേർഡ്. ഇവിടെ ഇവിടെ. ആ ഇനി ഫസ്റ്റ്. ആ ഇനി ഇവിടെ വരച്ചു. പേരെന്താ? പേര്? കുമാർ. കുമാർ. ഓക്കെ. ഇത് വർക്കാണ്. റിസോർട്ടാണ് അത്. അതല്ല ചേട്ടാ, അത് കഴിഞ്ഞു. അത് വൈക്കാണ്. അത് അവിടെയാണ് വൈക്കം. നമ്മൾ കണ്ടില്ലേ ഒരെണ്ണം? വൈക്കോടെ കാണാതെ ഭയങ്കര ദൂരം. ദൂരാ. നല്ല നാളുണ്ട്. ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല മുഹമ്മ ഭാഗം. മുഹമ്മ. ഹലോ. യെസ്. അത് വേറെ ബോട്ടല്ലേ ഇത് പോണത്? വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ടേ നേരത്തെ എഴുന്നേറ്റത് കാരണവും യാത്രാക്ഷീണവും കാരണം എല്ലാവരും ടയേർഡായിരുന്നു. ഇപ്പോൾ നല്ല ബിസ്ക്കറ്റും അതുപോലെ ലേസും കരിക്കും ഒക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ഉഷാറായി താഴത്തേക്ക് വന്നു. താഴത്ത് വന്നിരുന്നപ്പോൾ ഡ്രൈവർ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം നമ്മൾ എത്തിയിരിക്കണത് ആലപ്പുഴ ജില്ല ഉള്ള ഭാഗത്താണ് എത്തിയിരിക്കണത്. വൈക്കം അവിടെ നിന്ന് കഴിഞ്ഞു. അല്ല, ആലപ്പുഴയുടെ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹം പറഞ്ഞു തരും നമുക്ക് കേട്ടോ. മാത്രമല്ല ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിങ്ങിന് നമുക്ക് പറഞ്ഞു തരാം, നമ്മളെ ഇരുത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രാക്ടീസ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ആളാണ് അയാൾ. മാത്രമല്ല എല്ലാവരും ആകെ 3 പേരാണ് ഇതിൽ ജോലിക്കാർ. ഒരു ഡ്രൈവറുണ്ട്, ഒരു സഹായിയുണ്ട്, ഒരു കുക്കുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം സഹായിച്ചു കൊണ്ടാണ് പോണത് കേട്ടോ. നമുക്കെല്ലാവരും നല്ല ഒരു സഹകരണമാണ് കാഴ്ചവെച്ചത്. തൊട്ടടുത്ത് കൂടെ ഒരു ബോട്ട് പോണ കണ്ടു. ഈ ബോട്ടിലത്തെ ആൾക്കാർ ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മളോടല്ല, ഈ ഡ്രൈവറോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോകും. കാരണം അവർ തമ്മിൽ എപ്പോഴും ഒരു വെള്ളത്തിലാണല്ലോ. അവർ കരയ്ക്ക് കയറൽ ഇപ്പോൾ വളരെ വൈകുന്നേരമൊക്കെ അല്ലേ. ഇവിടെ അഡ്വഞ്ചർ ഏരിയ ആണ്. സ്പീഡ് ബോട്ട് വേണമെങ്കിൽ പോകാം. ഇപ്പം കണ്ടല്ലേ ഒരു ബോട്ട്. അഡ്വഞ്ചർ ഏരിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ സ്പീഡ് ബോട്ട്. കറങ്ങടിച്ച് പോവാ അല്ലേ? അതോ കൈ അഡ്വഞ്ചർ ഇവിടെ കണ്ട നമ്മള് വിളിച്ചാല് അവര് വരുന്നു. നമുക്ക് കയറി ഇങ്ങനെ റൗണ്ട് അടിക്കാന്ന്. അഡ്വഞ്ചർ ഏരിയ. ഈ സ്ഥലം അഡ്വഞ്ചർ ഏരിയ ആണെന്ന് പറയുന്നു നമ്മുടെ ഡ്രൈവർ കുമാർ. അതായത് സാഹസികമായിട്ട് യാത്ര ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് വഞ്ചി വിളിച്ചാൽ, അത് സ്പീഡ് ബോട്ട് വിളിച്ചാൽ വരുമത്രേ. ഒരു ബോട്ട് ഒരു വട്ടം ഇവിടെ വന്നിട്ട് 7 പേർക്ക് അതിലിരിക്കാൻ പറ്റും. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരും. ഭയങ്കര സ്പീഡാണ് കേട്ടോ. അപ്പോൾ ഇടിക്കും ശരിക്കും. കൊണ്ടുവരുന്നതിന് 2700 രൂപയാണ് ചിലവ്. 7 പേർക്കാണ് അതിലിരിക്കാൻ പറ്റുള്ളൂ. संगीत
ഒരു സ്പീഡ് ബോട്ട് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, കാണിക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ അവരുടെ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് ഇതിനുള്ളിൽ നിന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ധരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആ ബോട്ടിലേക്ക് ഇറങ്ങി അതിലിരിക്കാം. 7 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളതാണ്. കണ്ടോ ബോട്ട് ഇതാ. ഇതിൻ്റെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി അതിലിരുന്നിട്ട് അടിയായ സ്പീഡിൽ ഇവർ ഓടിപ്പിക്കും. ശരിക്കും കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ താല്പര്യമില്ല കേട്ടോ. ഇവിടെ ബോട്ട് നിർത്താൻ പോവാണ് കേട്ടോ, നങ്കൂരിടാൻ പോവാണ്. അപ്പോൾ കയറ് ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ നങ്കൂരത്തിമ്മ കെട്ടണു. കണ്ടോ, കയറെടുത്തിട്ട് നങ്കൂരത്തിമ്മ ഇങ്ങനെ കെട്ടണത്. എന്നിട്ട് ഈ നങ്കൂരെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിയും. അപ്പോൾ അങ്ങനെ ആ നങ്കൂരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് ബോട്ട് ഇവിടെ നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ നിർത്തും കേട്ടോ. ആ തയ്യാറാക്കി നിർത്തുകയാണ്. ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോഴാണ് നിർത്തുക. ഇത് ആലപ്പുഴ തന്നെയല്ലേ? ആലപ്പുഴ ജില്ല. ഞാൻ അങ്ങോട്ട് പോയാലോ? വേറെ ഏത് ജില്ല വരിക? കൊല്ലം വരെ. ഓക്കെ, കൊല്ലം വരെ പോവാം. കൊല്ലം വരെ നമ്മുടെ ബോട്ട് പോലെ തന്നെ മറ്റൊരു ബോട്ട് കണ്ടോ, വലിയ ബോട്ടാണ്. അതിന് മോൾ ഭാഗത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കയറിയപ്പോൾ മോൾ ഭാഗത്ത് ഇരുന്നില്ലേ, അതേപോലെ തന്നെ. സോളാറിൻ്റെ അതിലത്തെ കറണ്ട് പുളിശ്ശേരി, സാമ്പാർ, പപ്പടം. കഴിക്കല്ലേ? ഇത് ഫിനിഷ് ചെയ്യുന്നുണ്ടോ? കൂടെ കഴിക്കാൻ പാടില്ല, സെപ്പറേറ്റ് കഴിക്കണം. പക്ഷേ ഇരുന്ന് കഴിക്കോ? അതിന്റെ ടേസ്റ്റ് ആയിട്ടുള്ളൂ. അത് ലൈറ്റ് ആയിരിക്കും അല്ലേ? 3 പ്രാവശ്യം എടുത്താൽ മതിയാവുമല്ലേ? എടുത്തോ ഇഷ്ടം. അവിയിലൊക്കെ കുറെ സുന്ദരി എങ്ങനെയുണ്ട്? ചപ്പാത്തി സുന്ദരിക്ക ചപ്പാത്തി മേടിച്ചത്? ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി കേട്ടോ, 4 പേർക്കുള്ള ഫുഡുണ്ട്. ശരിക്കും എന്താ വേണ്ട? ശരിക്കും റൈസ് തരട്ടെ? ശരി, റൈസോ ചപ്പാത്തിയോ? ശ്രീഹരി റൈസോ വേണ്ട, ശരി കഴിച്ചോ? മറ്റേ കരിമീൻ കഴിക്കുമ്പോ ഇത്തിരി റൈസ് നല്ലതാ. കരിമീൻ ഇതാ എനിക്ക് അത്ര ഇഷ്ടാവില്ല. സൂക്ഷിച്ച് കഴിക്കണം. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരാണ് കേട്ടോ. നമ്മൾ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വഞ്ചി ഓടിപ്പിക്കാനായിട്ട്, ബോട്ട് ഓടിപ്പിക്കാനായിട്ട് ആള് പറഞ്ഞു തരാണ്. അപ്പം സ്ട്രൈറ്റാ ഇനി സ്റ്റിൽ ആയിക്കോട്ടെ. ഇത് ഈ വീഡിയോ ഒറ്റ മിനിറ്റ് കഴിഞ്ഞിട്ട് It's moving left. 3 angle.
റൈറ്റ് എടുത്തു, റൈറ്റ് സ്പീഡ് തിരിച്ചോ, മാക്സിമം സ്പീഡ്. ഫുഡ് കഴിച്ചായിരുന്നല്ലോ? ആ എന്നാൽ പോരട്ടെ. എനർജി, ഫുൾ എനർജി, അത്രേ ഉള്ളൂ. അങ്ങോട്ട് തന്നെ തിരിച്ചോളൂ, റൈറ്റ് തന്നെ. ഇനി ലെഫ്റ്റ് എടുത്തോ, ലെഫ്റ്റ്. ഒരു 3:30 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ചായ വന്നു കേട്ടോ. ചായയും നല്ല പഴംപൊരിയാണ് കേട്ടോ വന്നത്. സൂപ്പർ ചായ, സൂപ്പർ പഴംപൊരി. എല്ലാവരും അത് കഴിച്ചു. അപ്പോൾ കുറച്ചും കൂടി എനർജിയായി അല്ലേ നമുക്ക്. പിന്നെ നമ്മൾ വീണ്ടും ഈ കായലിലേക്ക് നോക്കാം. അപ്പം നമുക്കറിയാമല്ലോ ഈ കായൽ വെമ്പനാട്ട് കായലാണല്ലോ. അപ്പോൾ അത് അങ്ങ് ദൂരെ കാണുന്നത് ഒരു പാലം പോലെ കണ്ടില്ലേ, അതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയണത്. അതായത് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ കായലിലാണ്, വെമ്പനാട്ട് കായലിൽ. അതിൻ്റെ അപ്പുറത്തുള്ളത് കടലാണ്. അപ്പോൾ ആ കായലിനും മുകളിലായിട്ട്, അതായത് കടലും കായലും യോജിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അതിന് മുകളിൽ ആലപ്പുഴയ്ക്ക്, വൈക്കത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോകാനുള്ളൊരു മാർഗ്ഗമാണ് ഈ പാലം. ഇത് ശരിക്കും ബണ്ടാണ് ശരിക്കും കേട്ടോ. ഇത് ബണ്ട് എന്ന് വെച്ചാൽ ഈ വെള്ളം, അപ്പുറത്തുള്ള ഉപ്പുവെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് കെട്ടിരിക്കുന്ന ഒരു ബണ്ടാണ് ഇത്. ശരിക്കും ഇങ്ങനെ ഷട്ടർ ഇടാൻ പറ്റും. അപ്പോൾ ഉപ്പുവെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ ഷട്ടർ ഇടാം. ഇനി ഉപ്പുവെള്ളം ഇവിടെ വേണം എങ്കിൽ, മത്സ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഉപ്പുവെള്ളം വേണം. അപ്പോൾ നമ്മളിവിടെ ഉപ്പുവെള്ളത്തിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഷട്ടർ ഉയർത്തും. അതുപോലെ തന്നെ കൃഷി ഇവിടെ കുട്ടനാട് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ശുദ്ധജലമാണ്. ആ സമയത്ത് ഇങ്ങോട്ട് ഉപ്പുവെള്ളം വരാതിരിക്കാൻ ഷട്ടർ അവിടെ ഇടും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ വേലിയിറക്കം, വേലിയേറ്റം ഒക്കെ ഉണ്ടാവും. 6 മണിക്കൂർ വേലിയേറ്റം, 6 മണിക്കൂർ വേലിയിറക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഉപ്പുവെള്ളം ആവശ്യത്തിന് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തണ്ണീർമുക്കം ബണ്ട് കണ്ടു. ബണ്ട് എന്ന് വെച്ചാൽ വെറും പാലം മാത്രമല്ല, ഉപ്പുവെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാനും ആവശ്യ സമയത്ത് ഉപ്പുവെള്ളം വരുത്താനും ഒക്കെയുള്ള ഷട്ടറുകളോട് കൂടിയിട്ടുള്ള ഒരു വലിയ 2 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു പാലമാണ് കേട്ടോ ഇത്, തണ്ണീർമുക്കം ബണ്ട്. ഓ സൂപ്പർ. പണ്ട് ഇത് മൺചെറയായിരുന്നു അത്രേ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയായിരുന്നു എന്നാണ് പറയണത്. ഇവിടെ ചീനവലകൾ കാണാം, കണ്ടോ? പക്ഷെ അത് മീൻ പിടിക്കുന്നത് കാണാനില്ല. നമുക്ക് നമ്മുടെ കുമാർജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് അത്ര ഇവിടെ മീൻ പിടിക്കുക. കാരണം രാത്രിയാണ് ഇവിടെ ലൈറ്റ് ഇടുമ്പോൾ മീനുകൾ നിറയെ വരും. അപ്പോൾ അവർക്ക് സുഖമായിട്ട് മീൻ പിടിക്കാൻ പറ്റും. ഒരു ദിവസം 1,00,000 രൂപയ്ക്കൊക്കെ മീൻ പിടിക്കുന്നതാണ് പറയണത്. രാമേശ്വരം പാലം 2.5 കിലോമീറ്റർ, ഈ പാലം 2 കിലോമീറ്റർ. അത് പാമ്പൻ പാലം. ഇതെന്താ പറയാ,
അവസാനം ഞങ്ങൾ കിച്ചണിലൊക്കെ പോയിട്ട് ഷെഫിനെയും സഹായിനെയും ഒക്കെ കണ്ടു. അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അവരുണ്ടാക്കി തന്ന എല്ലാ വിഭവങ്ങളും സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ പോരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുമാർജിക്ക് നല്ല ഒരു താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് കുമാർജി. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.